എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് റിച്ച്മണ്ട് ഹില്ലിലാണ്. അവിടെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ ബേബി ഷവറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയത്. അപ്പോൾ ഈ പരിപാടി എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ തന്നെ കാണാം. അധികം വൈകാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. ഞങ്ങൾ സർപ്രൈസായിട്ട് ശ്രുതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് പാട്ടൊക്കെ സെറ്റാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ചയായിരുന്നു ആക്ച്വലി പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ തലേദിവസമൊക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തലേദിവസം രാത്രി കുറച്ച് നോക്കിയിട്ട് ബാക്കി ഞങ്ങൾ കാറിൽ പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴും തെറ്റിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഫുള്ളി ബോധിയായിരുന്നു അവിടെ ചെന്നിട്ട് ഫുള്ള് തെറ്റിച്ച് കളിക്കുന്നത്. എന്നാലും ഇതൊക്കെ ജസ്റ്റ് ഒരു ഫൺ അല്ലെന്ന് വിചാരിച്ചിട്ട് പിന്നെ കളിക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാനൊരു ഇവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇനി ജോയ്സും ഡിസ്റ്റേച്ചും വേറെ പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് കളിക്കുമ്പോൾ ചിലപ്പോൾ 4 പേര് 4 ഡയറക്ഷനൊക്കെ ആയിരിക്കും കളിക്കുക. എന്നാലും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാണ്. അങ്ങനെ 2.5 മണിക്കൂറത്തെ ഡ്രൈവ് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അടിച്ച ഒരു സന്തോഷത്തിന് അപ്പോൾ ഈ വന്നതാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകനും കഥാനായികയും ശ്രുതി ചേച്ചിയും മിഥുൻ ചേട്ടനും. അപ്പോൾ അവരുടെ തന്നെ വീട്ടിൽ ചെറിയൊരു രീതിയിൽ ഭയങ്കര സിമ്പിളായി എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലായിട്ട് ഈ പരിപാടി ഉണ്ടായിരുന്നത്. അത്യാവശ്യം വേണ്ട ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വിളിച്ച്, പിന്നെ അതേപോലെ തന്നെ ചേച്ചിയുടെ അപ്പച്ചനും അമ്മയും അനിയനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ആയിട്ട് ഒരു ചെറിയ പരിപാടി. ഇപ്പം അങ്ങനെ മൊത്തം ചേച്ചിയും ചേട്ടനും ഒരുങ്ങി വന്നിട്ട് എല്ലാവരും അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണ് ഓർമ്മ വന്നതെന്ന് പറഞ്ഞത്. കാരണം കല്യാണം കഴിയുമ്പോൾ അങ്ങനെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ മണവാട്ടീനെയും മണവാളിനെയാണല്ലോ എല്ലാവരും നോക്കി നിൽക്കുക. ആ ഒരു എഫക്റ്റ് ആയിരുന്നു എന്ന് അവർ പറഞ്ഞത്. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് മുന്നേ തന്നെയാണ് ഞങ്ങൾ ഫോട്ടോ സെഷൻസ് ഒക്കെ എടുത്തു. എല്ലാവരും ചെന്ന് അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കലാപരിപാടികളും, അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കൽ, പിന്നെ അത് കഴിഞ്ഞ് കുറേ കത്തിവയ്ക്കൽ. ഇതായിരുന്നു ഇന്നത്തെ മൊത്തത്തിലുള്ള ഒരു ദിവസം. അപ്പോൾ ഓരോരുത്തരും മാറി മാറി ചെന്ന് ഫോട്ടോ എടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രോഗ്രാം ഉണ്ടാക്കി ഞങ്ങൾ കൂടാൻ നോക്കാറുണ്ട് കേട്ടോ. കാരണം വിൻസറിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു പരിചയമില്ലാണ്ട് വന്ന ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി പോലെയായി. അത് കഴിഞ്ഞിട്ട് ഈ ജനുവരിയോടുകൂടി ഞങ്ങളുടെയൊക്കെ പാർട്ട്നേഴ്സ് ഇവിടെ വന്ന് അങ്ങനെ അത് പിന്നെയും പിന്നെ ആ ഒരു ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഡെസ് ചേച്ചി മോളെ കൊണ്ടുവന്നു. സ്റ്റെൻസിക്കും ജിതിനും ബേബി ഉണ്ടായി. ഇപ്പോൾ അതേ ശ്രുതി ചേച്ചിക്കും മിഥുൻ ചേട്ടനും ബേബി ഉണ്ടാവും പോണു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു ചെറിയ ഫാമിലി ഇപ്പോൾ വളർന്ന് പന്തലിച്ച് വലിയൊരു ഫാമിലി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കും എന്തോരം മാറ്റം എല്ലാവർക്കും വന്നേന്നുള്ളത് പോലെ. പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ഓരോ ആഘോഷങ്ങൾക്കാണെങ്കിലും ഒരുമിച്ച് കൂടാനും അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ നോക്കാറുണ്ട്. ഇനി ഞങ്ങൾ ക്രിസ്മസ് കൂടലിൻ്റെ പ്ലാനിങ്ങിലാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി എവിടെയൊക്കെ വെച്ച് എന്നാണ് നടത്തേണ്ടതെന്നുള്ള ഡിസ്കഷൻസ് ഒക്കെ ഓൺഗോയിങ് ആണ്. അയ്യോടാ നല്ല രസമാണ്. ബാക്കിയറിയില്ല. ഞങ്ങളുടെ പാട്ട് കേട്ട് സഹിക്കാൻ പറ്റണ്ടെന്ന് തോന്നുന്നു. അയ്യോ നിങ്ങൾ പാടണ്ട, ഞാൻ പാട്ട് ഇവിടുന്ന് വെച്ചോളാമേ എന്ന് പറഞ്ഞിട്ട് ആരോ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സോങ് ഞങ്ങൾ ഉദ്ദേശിച്ച പാട്ട് തന്നെ വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടൊക്കെ പ്ലേ ചെയ്യും. അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ എൻജോയ്മെൻറ്റ്, അത് കുറച്ച് ഫോർമലായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരെ അവതരിപ്പിക്കുന്ന കുറച്ച് കലാപരിപാടികളാണ്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഡാൻസ് നല്ല അലമ്പായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് പ്രാക്ടീസ് ഒന്നും ചെയ്യാണ്ട് പോയതുകൊണ്ട് കുറേയൊക്കെ തെറ്റിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇത് സ്റ്റിൽ ഫണ്ണാണ്.
സ്റ്റെപ്പ് പോലും ഒരേപോലെ ഒരുമിച്ച് കളിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങളത് അവിടെ കളിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ, അത് നിങ്ങളാരും കാണാണ്ട് പോയെത്തിട്ടോ. ഒടുക്കത്തെ കോൺഫിഡൻസിൽ കളിക്കാൻ കയറിയതാണ്. പക്ഷെ അതങ്ങോട്ട് കഴിഞ്ഞ് ആകെ ഇളിഞ്ഞു പോയി. അത്രയധികം ആൾക്കാരെ ഞങ്ങളവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെയല്ലേ ഒരു കോളേജ് ലൈഫ്. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പാട്ടുകാരൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ അവനോട് വേഗം ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞു. ആരും പേടിക്കേണ്ട, അവൻ ഞങ്ങളുടെ പോലെയല്ല, കഴിവ് തെളിയിച്ചിട്ടുള്ള നല്ലൊരു പാട്ടുകാരനാണ്. മൈക്ക് വേണ്ട, നീ ഇല്ലാണ്ട് പടി മതി. എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ നിറയാൻ ഒഴുകി ഒഴുകി നിന്നോടെന്നും ഒരു പുഴയാ ആരാധികേ മഞ്ഞുതീരും വഴിയരികെ. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവ് തന്ന കൺമണി, നീയില്ലേ എന്നിലെ പ്രകാശമില്ലേ. മനം പകുത്തു നൽകിടാം, കുറുമ്പു കൊണ്ടു മൂടിടാം, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, കൊടുത്തിടാം, സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനും നിറയാൻ ഒഴുകി ഒഴുകി എന്നുമെന്നും ഒരു പുഴയാ ആരാധികേ മഞ്ഞുതീരും. അങ്ങനെ ഈ പരിപാടികൾക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ചു. പരിപാടികളുടെ ഇടയിൽ തന്നെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് നേരം ഗെയിമൊക്കെ കളിച്ചിരുന്ന്, പിന്നെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ എനിക്കൊന്ന് വിൻസറിൽ പോയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനുശേഷം ആദ്യമായിട്ടാണ് പിന്നെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടണതൊക്കെ. അങ്ങനെ ക്രിസ്മസിൻ്റെ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ കുറേ ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ വരൂട്ടോ എന്തായാലും. ശ്രുചേച്ചി എന്താ പറയാനുള്ള ഈ സമയത്ത്? നന്ദിയോ? പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അത് ഞങ്ങളോടല്ലേ ചോദിക്കണ്ടേ? ആ, എൻജോയ് ചെയ്തോ അന്നത്തെ? ചേട്ടൻ എന്താ പറയാനുള്ളത്? മൊത്തത്തില് സന്തോഷം. ഈവനിങ് ആയപ്പോഴേക്കും എന്നിട്ട് ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോവാണ്. കാരണം ഞങ്ങൾക്ക് തിങ്കളാഴ്ച എല്ലാവർക്കും ജോലിയും ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുടക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത്യാവശ്യം ഡ്രൈവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇനി ക്രിസ്മസിനെ കാണാമെന്ന് പറഞ്ഞ് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ എന്താ പറയുക, വീണ്ടും ബാക്ക് ടു ഞങ്ങളുടെ ഡെയിലി റൂട്ടീൻസ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് കയറി നോക്കിക്കോളാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
ബൈ 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 ഗൈസ് ആണ് പറയേണ്ടത്, ഹായ് അല്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക.